ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് എൻ്റെ കവിതയെന്ന്. ആ ഏകാന്തതയിൽ ഒരേ ഒരാശ്രയം കവിത വായിക്കുക. അങ്ങനെ വീട്ടിൻ്റെ പടിഞ്ഞാറേ തിണ്ണയിലിരുന്ന് പടിഞ്ഞാറേ മുറ്റത്ത് കുറേ 4 മണിപ്പൂക്കളുണ്ട്. ആ 4 മണിപ്പൂക്കളുമായിട്ട് ഒരു കുട്ടി എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 മണിപ്പൂക്കളെ പറ്റി കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സൂര്യന് കീഴിൽ യാതൊന്നും തന്നെ കവിക്കും കവിതയ്ക്കും അന്യമല്ല. എൻ്റെ മനസ്സിലുണ്ടാക്കിയ അധ്യാപകൻ എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഒരു സംപൂജ്യനായ വ്യക്തി എന്നാണ്. ഞാൻ ഇഷ്ടപ്പെട്ടത് അധ്യാപക വൃത്തിയാണ്. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. അത് കണ്ടപ്പോൾ ആ വയല് എൻ്റെ സ്വന്തം വയൽ കൃഷി ചെയ്ത് ഞാൻ കൊയ്ത് എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ബോധം, ഒരു സന്തോഷം അത് തോന്നിയിട്ടാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകും പയ്യും. അത് ഒരു പെൺകുട്ടിയും ഒരു ദളിത് പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടെ പാടുന്ന പാട്ടാണ് കേട്ടോ. അപ്പം നീ എന്ത് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കല്ലരി കൊണ്ട് കരിക്കാടിക്ക് നെല്ലരിയെല്ലാം പത്തായത്തിൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകുന്നത്. അപ്പോൾ വൈൻപള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞാൻ വേദവാക്യം പോലെ ഞാൻ കാണാതെ പഠിച്ചതല്ല, എൻ്റെ തലയിൽ ഇരിക്കുന്നതാണ്. നമ്മൾ നടക്കുന്ന വഴി മുഴുവൻ തോല് പാക്കാൻ ശ്രമിക്കാതെ നമ്മുടെ കാലേ ചെരുപ്പിട്ടാൽ മതി. എവിടത്തെയും മനുഷ്യരുടെ കണ്ണീരുപ്പും കടലുപ്പും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അതെല്ലാം കവിതയുടെ ലാവണ്യമാക്കി മാറ്റുക എന്ന കൈക്കുറ്റപ്പാടുമായി പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ എളിയ കാവ്യ പഥികന് വെയിൽ ചായുന്ന ഈ സായന്തനത്തിൽ കൈവന്ന ഈ വിശിഷ്ടപാഥേയം എൻ്റെ ഗ്രാമത്തിലെ ഓരോ മന്ദിരിയെയും മനസ്സാ തൊട്ടു വണങ്ങിക്കൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. അപ്പോൾ വൈരപ്പള്ളി പറഞ്ഞു, ഇതാണ് കവിയുടെ മുടി. ഒരു പൂങ്കില പോലെ കിടക്കും, കുറച്ച് ചുവന്ന പൂക്കൾ. കവിയുടെ കൊടി ഈ പൂക്കളാണ്. ഈ പൂവിനെ പറ്റി എഴുതുന്നവനൊന്നും പരിഹസിക്കേണ്ട. ഇന്ന് പിണങ്ങുകയും നാളെ മാറുകയും മറ്റന്നാൾ സലാം പറഞ്ഞ് പിരിയുകയും മറ്റവൻ്റെ കൂടെ കൂടുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ്റെ ഒരു കോറമ്പൽ കൊടിയേക്കാളും നല്ലത് ഇവിടെ പിരിയുന്ന പ്രകൃതി ഉയർത്തുന്ന കൊടിയാണ്. യാതൊരു സംശയമില്ല. അങ്ങനെ അത്തരത്തിലൊരാളല്ല, അവധൂതനുമല്ല, ഒരു കേവല മനുഷ്യൻ. ആ കേവല മനുഷ്യൻ്റെതായിരിക്കുന്ന വിപ്ലവ സ്വപ്നങ്ങളും പ്രണയ സ്വപ്നങ്ങളും ജീവിത സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൂ എന്നർത്ഥം. പല ബന്ധുരമാം സ്വരരാഗ വിശേഷം ഇളങ്ങും പോലെ അലിഖിതമായൊരു ധർമ്മം പാലിച്ച് ഉന്നത വിസ്തൃത ചിന്താ കർമ്മപ്പൊലിമയിലെന്ന് പരസ്പരം ഒത്തുപുലർന്നു മനുഷ്യർ മഹാസത്വന്മാർ. പരസ്പരം ഒത്ത് പുലർന്നു മനുഷ്യർ മഹാസത്വന്മാർ. അവർ ലില്ലിപുട്സ് ആയിരുന്നില്ല. ചെറിയ ആളുകളെ ചിത്രീകരിക്കേണ്ടി വരുമ്പോഴാണ് സ്പാനിഷ് സാഹിത്യകാരൻ സെർവാൻറ്റിസ് അവിടെ ലില്ലിപുട്സ് എന്നും ജയൻസ് എന്നും 2 തരത്തിലുള്ള ആൾക്കാർ സൃഷ്ടിച്ചു. പക്ഷേ ദേവരാജന് ഭാഗ്യവശാൽ വയലാർ രാമവർമ്മയെ പോലെയുള്ള പി ഭാസ്കരനെ പോലെയുള്ള പ്രതിഭാശാലികളായ ഗാനരചയിതാക്കളുടെ സഹകരണത്തോടു കൂടി മലയാള സിനിമാ സംഗീതത്തിൽ ഒരു വസന്തം സൃഷ്ടിക്കുവാനുള്ള ഭാഗധേയമുണ്ടായി. പാട്ടെഴുതുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ആത്മപ്രകാശനമാണ്. ഒരളവിൽ വേറൊരാളിൻ്റെ കഥയും സന്ദർഭമാണെങ്കിൽ പോലും നമുക്കതിലും കവിത നിറയ്ക്കാൻ സാധിക്കും, ഇല്ലേ? അങ്ങനെ കവിത നിറയ്ക്കാൻ സാധിക്കുന്ന പാട്ട് പിന്നെ എത്രയോ പേരുടെ ചുണ്ടിലത് തത്തിക്കളിക്കുന്നൊക്കെ ഉള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ അത്തരത്തിലൊരാളല്ല, അവധൂതനുമല്ല, ഒരു കേവല മനുഷ്യൻ. ആ കേവല മനുഷ്യൻ്റെതായിരിക്കുന്ന വിപ്ലവ സ്വപ്നങ്ങളും പ്രണയ സ്വപ്നങ്ങളും ജീവിത സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൂ എന്നർത്ഥം. സ്വസ്തി ഹേ സൂര്യ ഹേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ
ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. ഈ ലൗകിക ജീവിതത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ യോഗായോഗങ്ങളും അതുപോലെ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടായി തരും. പക്ഷേ വളരെ അടിയുറപ്പുള്ള വേരുറപ്പുള്ള ചില സ്നേഹബന്ധങ്ങൾക്ക് അതിന് അന്ത്യം വരെയും യാതൊരു ഇതും ഉണ്ടാവില്ല. ഇപ്പോഴും ഞാൻ ദേവരായനെ വല്ലാതെ മിസ് ചെയ്യുന്നു, സത്യം പറയാം. കാലം എന്ന് പറയുന്നത് തന്നെ നൈരന്തര്യത്തിന്റെ പര്യായമാണ് എന്ന് പോലും പറയും. എന്താണ് സമയം, എന്താണ് കാലം? അതൊരു നൈരന്തര്യത്തിന്റെ പര്യായമാണ്. അപ്പോൾ കവിത എന്ന് പറയുന്നത് ഇന്നലെ, ഇന്ന്, നാളെ എന്നതൊരു സത്യമാണെങ്കിലും അത് നമുക്ക് പരിച്ഛേദിച്ച് മാറ്റി കാണിക്കാൻ സാധിക്കുകയില്ല. ഉത്ഭവം മുതൽക്ക് പതന ബിന്ദു വരെ ഒരു നദിയാണ്. അപ്പോൾ എങ്ങോ ഉത്ഭവിച്ച ഈ കവിത ഇപ്പോൾ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കാണുന്നത്. അത് എന്നോ എവിടെയോ പോയി അതിൻ്റെ പതന ബിന്ദുവിൽ എത്തുമ്പോഴും അത് കവിതയാണ്. അപ്പോൾ ഇന്നലത്തെ കവിത വേറെ, ഇന്നത്തെ വേറെ എന്ന് പറയുന്നത് ഈ ബാഹ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നീ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിക്ക്. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉലകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും.